ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ജനുവരി 15 തീയതിയത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരാം. ഇവിടെ കളങ്കാവൽ ഫൈനൽ റണ്ണിലേക്ക് എത്തുന്നു. ബബ്ബബ്ബ ഫൈനൽ റണ്ണിലേക്ക് എത്തുന്നു. നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് സിനിമ OTT-ലെത്തും. ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസുമായിട്ട് ആദ്യം കിടക്കാം. ഹാലിന് ഇന്ന് 22-ാം ദിനമാണ്. 31 ഷോകളിൽ നിന്ന് 500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 78,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ 1,15,000 രൂപയോളം വന്നു. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടെ ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ 1.5 കോടിക്ക് മുകളിൽ നേടി. വേൾഡ് വൈഡായിട്ട് 2.25 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. ഇടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ സർവ്വമായയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. 22-ാം ദിനമാണ് സർവ്വമായ തിയേറ്ററുകളിൽ എത്തിയിട്ട്. ഇന്നും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. 1000-ന് മുകളിലുള്ള ഷോകളാണ് ഇപ്പോഴും 22-ാം ദിനത്തിലുമുള്ളത്. 45,000-ഓളം ടിക്കറ്റുകൾ ഈ ഒരു നിമിഷം വരെ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 75 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്നും സിനിമ 1 കോടിക്ക് മുകളിൽ നേടുന്നു 22-ാം ദിനവും. അതായത് ഇന്നലെ സിനിമയ്ക്ക് 82,80,000 രൂപയാണ് വന്നത്. 1.10 ആ റേഞ്ചിലാണ് സിനിമയ്ക്ക് ഇന്നലത്തെ കളക്ഷൻ ഉണ്ടായത്. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ 1,10,00,000 രൂപയ്ക്ക് മുകളിൽ തന്നെയായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 70 കോടിയിലേക്ക് സിനിമ എത്തുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 150 കോടിയിലേക്കും എത്തുകയാണ്. ഇതാണ് വിജയം എന്ന് തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ആരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു സിമ്പിൾ സിനിമ ജനങ്ങൾക്ക് തൃപ്തിയായി ആ ഒരു സിനിമ വന്നു. 7 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു വിജയം ആ റേഞ്ചിലേക്ക് നിൽക്കുമ്പോൾ അവിടെ വന്നടിക്കുന്നത് 150 കോടിയാണെന്നുള്ള ആലോചിക്കുക. അത് 150 കടന്ന് 200 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും ഉറപ്പാണ്. ഇതിനോടകം തന്നെ 29,776 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വരെ സിനിമ കണ്ടു എന്ന് ട്രാക്കേഴ്സ് അവകാശപ്പെടുന്നത് 38,64,259 പേരാണ്. അതായത് ശരിക്കുമുള്ളത് ഏകദേശം 50 ലക്ഷം പേരെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ബബ്ബബ്ബ ഫൈനൽ റേഞ്ചിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഇടിവാണ്. ആകെ 2 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 23ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 4,000 രൂപയോളം ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളത്തേക്ക് സിനിമ OTT-യിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 26 കോടി കടക്കുമ്പോൾ വേൾഡ് വൈഡായിട്ട് സിനിമ 47-48 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മോഹൻലാലും അതേപോലെ തന്നെ ദിലീപും ഉണ്ടായിട്ടും ഈ ഒരു സിനിമയ്ക്ക് അത്ര ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തുടക്കം മികച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത്. 18,000-ന് മുകളിലുള്ള ഷോകളാണ് ട്രാക്കേഴ്സ് അവകാശപ്പെടുന്നത്. 14,25,000-ഓളം ജനങ്ങൾ കണ്ടു എന്നാണ്. ഓവറോൾ 30% ആളുകൾ ഈ ഒരു സിനിമ കണ്ടു എന്നുള്ളതാണ്. ആദ്യ ദിനം ഗംഭീരമായിരുന്നു. 6.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ് തന്നെ വന്നത്. കളങ്കാവൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രമാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ്. കാരണം വലിയ 1 കോടിയോ 2 കോടിയോ ഒന്നുമല്ല, ഇത് ലക്ഷങ്ങളിൽ 1 ലക്ഷത്തിൽ താഴെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും സ്റ്റഡിയായിട്ട് വരുന്നു. 42-ാം ദിനത്തിലും ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു ഇതുവരെ 52,000 രൂപ സിനിമയ്ക്ക് വന്നിരിക്കുന്നു. ഇന്നലെ 90,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത്. മിനിങ്ങാന്നും 95,000-ആണ്. അതായത് ഇന്നും സിനിമയ്ക്ക് 90,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം വരാൻ പോകുന്നത്. അതായത് എല്ലാ ദിവസവും സിനിമയ്ക്ക് ഒരു 2 ലക്ഷം രൂപ ആവറേജ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നു. നമുക്ക് GCC-യിലും ലിമിറ്റഡ് ഷോകളായിട്ട് സിനിമ പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 38 കോടി നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് നമുക്ക് 85 കോടി എത്തിയിട്ടുണ്ടാകാമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എന്താണേലും 83 കോടി ഒഫീഷ്യലായി വന്നതാണ്. അതിന് മുകളിലേക്ക് 15-20 ദിവസങ്ങൾ കഴിയുന്നു. എന്തായാലും ഒരു ഫൈനൽ റൗണ്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക. ഒപ്പം പുതിയ സിനിമകളുടെ കളക്ഷനുമായി വരാം. നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമകളുടെ പേരുകൾ പറയാം, അതുമായി നമുക്ക് കളക്ഷനുമായി വരാം. ഗ്രീൻ മീഡിയാസ്.